അറുക്കപ്പെടുന്ന മൃഗങ്ങളിലുള്ള നിബന്ധനകളാണ് പറയാൻ പോകുന്നത്. ഇതിന്റെ നിബന്ധന, അറുക്കപ്പെടുന്ന മൃഗത്തിന്റെ ഇറച്ചിയിൽ കുറവ് വരുത്തുന്ന രൂപത്തിലുള്ള ഒരു കുറവും ആ മൃഗത്തിൽ ഉണ്ടാകാൻ പാടില്ല. ഇറച്ചിന് കുറവ് വരുത്തുന്ന കുറവുകൾ ആ മൃഗത്തിൽ ഉണ്ടാകാൻ പാടില്ല. ആദ്യമായി പറയുന്നത് മുടന്ത് മുടന്തുള്ള മൃഗം ഉദയത്തിന് പറ്റൂല. അതുപോലെ ഒരു കണ്ണിന് കാഴ്ചയില്ലാത്ത മൃഗം ഉദയത്തിന് പറ്റൂല. അതിന് കാരണം പറയുന്നത്, ഉള്ള ഒരു മൃഗത്തിന് മുടന്നില്ലാത്ത മൃഗത്തിനെ പോലെ ഓടിറ്റ് പാഞ്ഞിട്ട് അതിന് പുല്ല് തിന്നാനും ചൊപ്പ് തിന്നാനും പറ്റൂല. മുടന്തൽ. അപ്പൊ എന്തായാലും അതിന്റെ ഇറച്ചി കുറവ്. മുടന്നില്ലാത്ത മൃഗത്തിനേക്കാളും മുടന്തുള്ള മൃഗത്തിന്റെ ശരീരത്തിന്റെ ആ ഈ രംഗം കുറവുണ്ടാവും. അപ്പൊ അതുകൊണ്ടത് പറ്റും. അതുപോലെ ഒരു കണ്ണിന് കാഴ്ചയില്ല, രണ്ട് കണ്ണ് കാണാത്തതാണ്. രണ്ട് കണ്ണ് കാണാത്തത് പറ്റൂല. ഒരു കണ്ണിന് കാഴ്ചയില്ല. അതുപോലെ രണ്ട് കണ്ണിന് കാഴ്ചയുള്ള മൃഗത്തെ പോലെ പിന്നെ പാഞ്ഞിട്ട് തിന്നാനും കഴിക്കാനും അതിന് പറ്റൂല. പറ്റാത്തതുകൊണ്ട് അതിന്റെ ഇറച്ചി കുറവ് വരും. അപ്പൊ അതുകൊണ്ട് ആ മൃഗവും ഉദയത്തിന് പറ്റും. ചില മൃഗങ്ങളുണ്ട് പിന്നെ രാത്രി കണ്ണിന് കാഴ്ച ഉണ്ടാവൂല, പകലുണ്ട്. രാത്രി കണ്ണിന് കാഴ്ച മനുഷ്യന്മാരെ പോലെ മൃഗത്തിനുണ്ടാവില്ല. രാത്രി കാണുന്നില്ല, പകല് കാണുന്നുണ്ട്. പകൽ പോയിട്ട് പുല്ല് തിന്നു അത് ഇതെല്ലാം ആക്കിട്ട് വരുന്നുണ്ട്. രാത്രി അത് ഇതെന്നാണെന്ന് എനിക്കുന്നില്ല. ആ മൃഗം പറ്റും. കാരണം അതിന്റെ ഫുഡ് കഴിക്കുന്ന സമയം പകലാണ്, രാത്രിയല്ല. അതുകൊണ്ട് തന്നെ ക്രിമിനലിനെ കുറിച്ച് പറയുന്ന സ്ഥലത്തിൽ പറയുന്നത് കാണാം. ഒരാളുടെ പശു അല്ലെങ്കിൽ ഒരാളുടെ ആട് മറ്റുള്ളവന്റെ പറമ്പിൽ പോയിട്ട് സുബൈന നേരത്ത് ഓന്റെ എന്തെങ്കിലും കൃഷിയോ തെങ്ങോ അതെല്ലാം തിന്നിട്ട് അതിനെ നശിപ്പിച്ചാൽ, പകൽ സമയത്ത് പോയിട്ട് അത് തിന്നിട്ട് നശിപ്പിച്ചാൽ, ഇസ്ലാമിന്റെ ഭരണമുള്ള നാട്ടിലാണെങ്കിൽ ആ മൃഗമോ മൃഗത്തിന്റെ ഉടമയോ അതിന് ഉത്തരവാദിയല്ല. പകൽ പോയിട്ട് തിന്നാൻ. കാരണം ഇതിനു വേണ്ട ഒരു സംവിധാനം വീട്ടുകാർ ആക്കി വെക്കണം. വരാത്ത പോലെയുള്ള ഇത് കോമ്പൗണ്ടോ ഗേറ്റോ ആക്കി വെക്കണം. ഓൺ ചെയ്യാത്ത കൊണ്ടാണ് അത് വന്നത് പോയത്. പശുക്കറികളല്ല, അത് തിന്നുന്ന സമയം, അത് വയർ തുറക്കുന്ന സമയമാണ് പകല്. അപ്പൊ അത് പകൽ നേരത്തിൽ വന്നിട്ട് ഒരാള് കൃഷി നശിപ്പിച്ചോ അത് തിന്നാല് ക്രിമിനൽ അടിസ്ഥാനത്തിൽ ആ മൃഗം ഉത്തരവാദിയല്ല, മൃഗത്തിന്റെ ഉടമയും ഉത്തരവാദിയാണ്. അതേസമയത്ത് രാത്രി സമയത്ത് വന്നിട്ടാണ് ആ മുഹമ്മദിന്റെ പശു വന്നിട്ട് ആട് വന്നിട്ട് ഇപ്പോഴത്തെ പോക്കറിന്റെ കൃഷിയും ആ പച്ചക്കറിയും എല്ലാം ഇതിനെ നശിപ്പിച്ചതെങ്കിൽ അതിന് ഉത്തരവാദിയാണ്. ആര്? മുഹമ്മദ് ഉത്തരവാദിയാണ്. നഷ്ടപരിഹാരം കൊടുക്കണം. എപ്പോ കൊടുക്കണം? അതിനെ രാത്രി കെട്ടിയിട്ടൊന്നുമില്ല. രാത്രി ഇങ്ങനെ വല്ല വിട്ടതാണ്. അതിനെ കെട്ടിയിട്ടോ അതിനൊരു ആരിന്റെ ഉള്ളിലാക്കി ബന്ധാക്കിയിട്ടൊക്കെ അങ്ങനെ വന്നിട്ട് നീന്താം. നല്ല ഉഷാറായിട്ട് കെട്ടിയിട്ടുണ്ടെങ്കിൽ ആരിന്റെ ഉള്ളിൽ ഫുള്ള് ബന്ധാക്കി വെച്ചിട്ടുണ്ട്. ഈ പോത്ത് ഭയങ്കര ഉഷാറിന്റെ പോത്താണ്. ചാടിയിട്ട് വന്നിട്ട് രാത്രി സമയത്ത് വന്ന് നീന്തതാണ്. എന്നാ അപ്പൊ ഉത്തരവാദിയാവും. അപ്പോ മുഹമ്മദ് ഉത്തരവാദിയല്ല. കാരണം ഓൻ ചെയ്യേണ്ട സംവിധാനം ചെയ്തിട്ടല്ല. കയറി കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും കൂട്ടിയിട്ടുണ്ട്. എന്നിട്ട് ഇത് രാത്രി ചാടി വന്ന് നിന്നാൽ പ്രശ്നമാണ്. അതിന് ഉത്തരവാദിയാവും. ഇതിന് പറഞ്ഞത് മൃഗത്തിന്റെ ഭക്ഷണത്തിന്റെ സമയം പകലാണ്. പകൽ കണ്ടാൽ മതി, രാത്രി കണ്ടില്ലെങ്കിൽ പ്രശ്നമല്ല. പിന്നെ ഈ മുടന്തിനും അതുപോലെ കണ്ണിന്റെ കാര്യത്തിൽ ചെറിയൊരു മുടന്താണ്, ചെറിയൊരു മങ്ങൽ. കണ്ണ് കാണുന്നില്ല, നമ്മളുണ്ടല്ലോ കണ്ണ് കാണുന്നവരെ ഗ്ലാസ് വെച്ചാല് ഉഷാറായിട്ട്. അതുപോലെ ബൈക്കിന് ഗ്ലാസ് വെക്കാൻ പറ്റില്ല. അപ്പൊ ചെറിയ ഒരു രൂപത്തിലുള്ള ട്രബിൾ ഉണ്ടെങ്കിൽ അത് പറ്റും, ഉദയത്തിൽ അറക്കാൻ പറ്റുന്ന മൃഗം. അതുപോലെ പിന്നെ പറയുന്നത് മെലിഞ്ഞ പശു, മെലിഞ്ഞ ആട്, മെലിഞ്ഞൊട്ടിയത് അത് ഉദയത്തിന് പറ്റൂല. ഇറച്ചി കുറവുണ്ടാവും. അതുപോലെ രോഗമുള്ളത് പറ്റൂല, രോഗമുള്ള മൃഗം പറ്റൂല. അതുപോലെ ചൊരി പിടിച്ച മൃഗം പറ്റൂല. അതുപോലെ ഭ്രാന്ത് പിടിച്ച മൃഗം പറ്റൂല. ഭ്രാന്ത് തന്നെ നമ്മള് മനുഷ്യന്മാരെ പോകുന്ന ഭ്രാന്തൊന്നും അല്ല. ഭ്രാന്തേനെങ്കിൽ തിന്നാൻ പോകുന്ന സമയത്ത് തിന്നില്ല, ഇങ്ങനെ കടന്നിട്ടിരിക്കുന്നത്. ഞാൻ പറയുന്നത് ഭ്രാന്ത് പിടിച്ചത് തിന്നാൻ പോകുന്ന സമയത്ത് തിന്നാൻ പോകുന്നില്ല, ഇങ്ങനെ കടന്നിട്ട് ഇങ്ങനെ ഇരിക്കല്. അങ്ങനത്തെ മൃഗത്തിന്റെ ഭ്രാന്ത് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെയാണ്. അപ്പൊ അങ്ങനത്തെ ഭ്രാന്തുള്ള തിന്നുന്നില്ല, മുടിക്കുന്നില്ല, അങ്ങനത്തെ മൃഗങ്ങൾ ഉദയത്തറുത്ത് കൊടുക്കാൻ പറ്റാത്ത മൃഗങ്ങളാണ്. കോട്ടയില് പറയുന്നത് അതിന്റെ ഇറച്ചിന് കുറവുണ്ടാവുന്ന രൂപത്തിലുള്ള പ്രശ്നങ്ങളുള്ള മൃഗങ്ങൾ ഉദയത്തിൽ അറുത്തു കൊടുക്കാൻ പറ്റൂല. അതുപോലെ ചെവിയിൽ നിന്നിട്ട് ഒരു ഭാഗം മുരിഞ്ഞു പോയ മൃഗം ഉദയത്തിന് പറ്റൂല. ചെവി മുരിഞ്ഞിട്ട് ചെറിയൊരു കഷ്ണം പോയിട്ടുണ്ട്, ചെറിയൊരു കഷ്ണം പോയിട്ടുണ്ട്, അത് ഉദയത്തിൽ അറുത്തു കൊടുക്കാൻ പറ്റും. പിന്നെ ജന്മനാൽ തന്നെ ചെവി ഇല്ലാത്ത ചില പശുക്കളുണ്ടാവും, ആടുകളുണ്ടാവും.
പ്രസവിക്കുമ്പോൾ തന്നെ അതിന് ചെവിയില്ല, അതിന് ചെവിയില്ല, അത് പറ്റൂല. ചെവിയിൽ കുറച്ച് പോയാൽ പറ്റൂല. അതേസമയത്ത് അച്ഛന്ന് പോയില്ല, ചെറിയൊരു കീരിട്ടുണ്ട്, അച്ഛന്ന് പോയില്ല, ചെറിയൊരു കീരന് മാത്രമാണ് അതിന് കാണുന്നു, ഭാഗമായിട്ട് കാണുന്നുണ്ട്, എന്നാൽ അത് പറ്റും. കുറച്ച് അച്ഛ പോയിട്ടുണ്ടെങ്കിൽ പറ്റൂല. അതേസമയത്ത് അകിടില്ലാത്ത പശു, ആട്, അകിട്, അതുപോലെ ബീലമില്ലാത്തത് അതെല്ലാം പറ്റും, മുഴുവൻ തടുത്തു കൊടുക്കാൻ പറ്റും. അകിടില്ലാത്തത് പറ്റും. ബീലം കുറച്ച് പോയി അല്ലെങ്കിൽ ബീലം ഇല്ല, അത് പറ്റും. അതുപോലെ പിന്നെ പറയുന്നത് നല്ല ഇറച്ചുള്ള ഭാഗത്തിൽ നിന്നിട്ട് കുറെ ഇറച്ചി നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. തൊട, ഇപ്പൊ എക്സാമ്പിൾ തൊടയാണ്, തൊട നല്ല ഇറച്ചുള്ള ഒരു പാർട്സാണ്. അതിന് ഏകദേശം ഇറച്ചി പൊട്ടിട്ട് പോയിട്ടുണ്ട്, അത് പറ്റൂല. കുറച്ച് പോയിട്ടുണ്ടെങ്കിൽ പ്രശ്നമില്ല, കുറെ പോയിട്ടുണ്ടെങ്കിൽ അത് ഉദയത്തറുത്ത് കൊടുക്കാൻ പറ്റും. അതുപോലെ മണി പൊട്ടിച്ചത്, അല്ലെ, പോത്തിനല്ല ഇതിണ്ടല്ലോ, കണ്ടെടുത്തുമ്പോൾ അത് പറ്റും. ഗർഭിണി പറ്റൂല, ഗർഭിണിയായ പശു, ഗർഭിണിയായ ആട് പറ്റൂല. അടുത്ത് പ്രസവിച്ചതാണ്, ഞാൻ പ്രസവിച്ചതേ ഉള്ളൂ, അത് പറ്റും. ഞാൻ അടുത്ത് പ്രസവിച്ച പശുവാണ്, അടുത്ത് പ്രസവിച്ച ആടാണ്, എന്നാൽ അത് പറ്റും. ഗർഭിണി പറ്റൂല. ഗർഭിണിയായ ആടോ പശോ ഉദയത്തറുത്ത് കൊടുക്കാൻ പറ്റും. ഇപ്പോ നമ്മൾ ഈ പറഞ്ഞ ഒരുപാട് നിബന്ധനകളുണ്ടല്ലോ, അതെല്ലാം നോക്കുന്ന സമയത്ത് പറയും, അതെല്ലാം അറുക്കുന്ന സമയത്ത്, അറവ് നടത്തുന്ന സമയത്ത് ഈ പറയുന്ന ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകാൻ പാടില്ല. ചിലപ്പോ ഞമ്മോ തുള്ളിച്ചക്ക് മുമ്പ് എടുത്ത മുടിയായിരിക്കും, ആടായിരിക്കും. നമ്മൾ എടുക്കുന്നവർക്ക് നല്ല ഉത്സാഹം. തുള്ളിച്ച 5 6 നടക്കുന്ന സമയമാകുമ്പോ അതിന് ചൊരി പിടിച്ച്, എന്നാൽ അത് പറ്റാൻ. കാരണം ഞമ്മ നോക്കുന്നത് വാങ്ങുന്ന സമയത്തല്ല, ഞമ്മ ആ സാധനം വാങ്ങുന്ന സമയത്തല്ല, അതിനെ അറുക്കുന്ന സമയത്ത് ഈ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ പാടില്ല. അപ്പൊ ചില കസായികാര് നല്ല ഉഷാറുള്ള പോത്ത് നിയന്ത്രിക്കാൻ കിട്ടുന്നില്ല, ഭയങ്കര ഉഷാറാണ്, ചാടുന്ന പിടിക്കുന്നത്. അപ്പൊ ചില നമുക്ക് കുറെ സ്ഥലത്തിൽ കണ്ടതാണ്, അതിനാക്കുന്ന സമയത്ത് അതിന്റെ കാലിന് തച്ചിട്ട് പിടിക്കുന്നു. കാരണം അതിങ്ങനെ ഓടാതിരിക്കാൻ വേണ്ടിയിട്ട് കാലിന് തച്ചിട്ട് പിടിക്കും, പൊലിക്കുന്നത്. അതിന്റെ പവർ കുറിച്ച് പറയാനുണ്ട്. അങ്ങനെ പൊലിച്ചാൽ അത് പിന്നെ ഉദയത്തിന് പറ്റും. പിന്നെ അതിനെ അറുത്തി നമുക്കത് തിന്നാം വേണമെങ്കിൽ. ഉദയത്ത് എന്ന ആ ഒരു ഇതിന് കിട്ടൂല. അതായത് അറുക്കുന്ന സമയത്ത് കാല് പോയി. അപ്പൊ ഞാൻ പറയുന്ന എല്ലാം ഈ പറഞ്ഞ നിബന്ധനകൾ മുഴുവനും അറവിന്റെ സമയത്താണ്. അറവിന്റെ സമയത്ത് അതിന് രോഗം ഉണ്ടാവാൻ പാടില്ല, ചൊരി ഉണ്ടാവാൻ പാടില്ല, അതിന്റെ പാർട്സുകൾ എല്ലാം കറക്റ്റായിട്ട് വേണം. ഇങ്ങനെയൊക്കെയും പ്രത്യേകമായി ഉദയത്തറുക്കുന്ന മൃഗത്തിൽ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. ഇതൊക്കെ സുന്നത്തായ ഉദയത്തിലാണ്. ഒരാള് ഉദയത്തിനെ നേർച്ചയാക്കി, അതായത് ഒരു മുടന്തുള്ള ഒരു പോത്തു അല്ലെങ്കിൽ ഒരു പശു, അതിനെ കാണിച്ചിട്ട് അയാൾ പറഞ്ഞു ഇത് ഞാൻ ഉദയത്തറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ അതിന് മുടങ്ങുണ്ട്, രോഗമുണ്ട് എന്നത് നോട്ടമില്ല. പിന്നെ നിർബന്ധമായിട്ട് ആ പറഞ്ഞ മൃഗത്തിന് സമയം അറുത്തു കൊടുക്കുന്ന നിർബന്ധം നേർച്ചയാക്കിയാണ്. അപ്പൊ നമ്മളെ കൊടുക്കുന്നത് സുന്നത്തായ ഉദയത്താണ്. ചില ആളുകൾ നേർച്ചയാക്കുന്നുണ്ട്, ഞാൻ ഉദയത്തറുത്ത് കൊടുക്കാൻ നേർച്ചയാക്കുന്നത്, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അങ്ങനെ നേർച്ചയാക്കിയ ആണെങ്കിൽ ഏത് മൃഗത്തിനെയാണ് അയാൾ നേർച്ചയാക്കിയത്, പിന്നെ അതിന് പ്രശ്നം, അതിന് ചെവി മുറിഞ്ഞു പോയിട്ടുണ്ട്, അല്ലെങ്കിൽ പിന്നെ കണ്ണ് കാണുന്നില്ല, അല്ലെങ്കിൽ ചൊരിയുണ്ട്, അതൊന്നും ബാധകമല്ല. അതേ മൃഗത്തെ ഉദയത്തറുത്ത് കൊടുക്കുന്ന നിർബന്ധം. അപ്പൊ ബാക്കിയുള്ള പ്രശ്നങ്ങളൊക്കെ ഞമ്മ അറുത്തു കൊടുക്കുന്ന സുന്നത്തായ ഉദയത്തിന്റെ മൃഗത്തിലുള്ള നിബന്ധനകളാണ് ഇപ്പോ പറഞ്ഞത് മുഴുവൻ. ഇതൊക്കെ നിയമം പ്രത്യേകമായി ശ്രദ്ധിക്കാം. നല്ല രൂപത്തിന്, അതിനെ ഒരു വേദനിപ്പിക്കാത്ത രൂപത്തിന്, നല്ല നമ്മുടെ മക്കളെ പോറ്റും പോലെ പോറ്റി നല്ല സന്തോഷത്തോടെ. കാരണം ഇതിന്റെ തുടക്കം ഇബ്രാഹിം നബി അലൈഹിസ്സലാം ഇസ്മായിൽ ആകുന്ന മകനെ അറുക്കുന്ന ആ ഒരു അവസ്ഥയാണ്. ഒരു ഉപ്പ മകനെ അറുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോകുന്നത്. അതുപോലെ ഞങ്ങളെ അറുക്കുന്ന മൃഗത്തെ നല്ല രൂപത്തിൽ സ്നേഹത്തോടെ വാത്സല്യത്തോടെ അതിനെ പോറ്റി ഒരു മുറിവുപോലും വരാത്ത രൂപത്തിൽ നല്ല ഇസത്തോടെ അറുത്തു കൊടുക്കാൻ നമുക്ക് പറ്റിയാൽ അതാണ് ഏറ്റവും വലിയ വിജയം. ഇതാണ് അറുക്കപ്പെടുന്ന മൃഗത്തിന് പാലിക്കേണ്ട നിബന്ധനകൾ. നമുക്ക് ചെയ്യുമാറാകട്ടെ. പടച്ചവനെ നമ്മുടെ ഓരോ അമലുകളും നീ സ്വീകരിക്കണേ. അല്ലോ നമ്മുടെ ജീവിതവും നമ്മുടെ മരണവും നാം ചെയ്യുന്ന ഓരോ ഇബാദത്തുകൾ, സൽക്കർമ്മങ്ങൾ അല്ലാഹുവേ എല്ലാം നീ പൊരുത്തപ്പെടുന്ന സൽക്കർമ്മങ്ങളായി നീ കബൂലാക്കണേ. അല്ലോ ഈ കൊല്ലം ഒരുപാട് ആളുകൾ അറിവിന് വേണ്ടി കാത്തു നിൽക്കുന്നവരാണ്.
അല്ലാഹുവേ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ അതിനെല്ലാ സൗകര്യങ്ങളും നീ ചെയ്തു കൊടുക്കണേ റബ്ബേ. പ്രത്യേകിച്ച് ഇവിടെ കർണാടകയുടെ പല ഭാഗങ്ങളിൽ ആർക്കാൻ കഴിയൂല, നിയമത്തിന്റെ വലിയ തടസ്സങ്ങളുണ്ട്, എന്നാലും ആൾക്കാർ ആഗ്രഹിക്കുന്ന ആളുകളുണ്ട്. അവിടെ അതിനുള്ള സാഹചര്യങ്ങൾ അവരുടെ മുന്നിൽ നീ ഒരുക്കി കൊടുക്കണേ അല്ലാഹ്. ഇവിടെ കൂട്ടത്തിൽ ഒരുപാട് ആളുകൾ മൃഗങ്ങളെ അന്വേഷിക്കുന്നവരാണ്, നല്ല മൃഗം കിട്ടണം അല്ലാഹുവേ. പടച്ചവനെ അവർ ഉദ്ദേശിക്കുന്ന രൂപത്തിലുള്ള ആ മൃഗങ്ങൾ, അറബി മൃഗങ്ങൾ അവർക്ക് നീ കാണിച്ചു കൊടുക്കണേ അല്ലാഹ്. അതിന്റെ എല്ലാ വഴികളും നീ എളുപ്പമാക്കണേ അല്ലാഹ്. ആഖിറത്തിൽ വലിയ പ്രതിഫലം കിട്ടുന്ന അമലായി നീ സ്വീകരിക്കണേ റബ്ബേ. ചെയ്യാത്തവർക്ക് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും അത് നിർവഹിക്കാനുള്ള അവസരവും അതിനുള്ള തൗഫീഖും സമ്പത്തും നീ എത്തിച്ചു കൊടുക്കണേ റഹ്മാനെ. ചെയ്തവരിൽ നിന്ന് നീ കബൂലാക്കണേ അല്ലാഹ്. ഹജ്ജിന് വേണ്ടി പോയ ഹാജിമാർ എത്രയോ തിരക്കാണ് ഇവിടെ, ലക്ഷക്കണക്കിലുള്ള എത്രയോ വിരുന്നുകാർ അവിടെ ഒരുമിച്ച് കൂടിയിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നമ്മുടെ നാട്ടുകാരുണ്ടല്ലോ, നമ്മുടെ കുടുംബക്കാരുണ്ടല്ലോ, നമ്മുടെ സ്നേഹിതന്മാരുണ്ടല്ലോ. ഒരു തിരക്കിയും അവരെ നീ പെടുത്തല്ലേ റബ്ബേ, ഒരു അപകടത്തിലും പെടുത്തല്ലേ അല്ലാഹ്. ആഫിയത്ത് ദായിവാക്കണേ റഹ്മാനെ അല്ലാഹ്. നല്ല പരിപൂർണ്ണ ആഫിയത്തോടെ സന്തോഷത്തോടെ നീ പൊരുത്തപ്പെടുന്ന മഖബൂലും മർദിയുമായ ഹജ്ജ് കർമ്മം നിർവഹിക്കാൻ ആ ഹാജിമാർക്ക് നീ ഭാഗ്യം നൽകണേ അല്ലാഹ്. നമ്മുടെ കൂട്ടത്തിൽ ഹജ്ജ് ചെയ്തവർ, ഉംറ ചെയ്തവർ, സിയാറത്ത് ചെയ്തവർ എല്ലാം നീ സ്വീകരിക്കണേ അല്ലാഹ്. ചെയ്യാത്തവർക്ക് ചെയ്യാൻ ആരോഗ്യമുള്ള സമയത്ത് തന്നെ നീ അവസരം നൽകണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ എല്ലാ കുടുംബങ്ങൾ, ഞങ്ങളുമായി ബന്ധപ്പെടുന്നവരിൽ നിന്ന് മരിച്ചുപോയവർ എല്ലാവർക്കും നീ സ്വർഗം നൽകണേ അല്ലാഹ്. ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. ഹസ്ബുനല്ലാഹു വനിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. صلى الله على محمد صلى الله عليه